ഫയർഫോഴ്സ്, പോലീസ് എന്നീ സർക്കാർ സംവിധാനങ്ങൾക്ക് അല്പം വിശ്രമിക്കാം. രക്ഷാപ്രവർത്തനത്തിനായി ഇനി അവരുണ്ട്. ഡിവൈഎഫ്ഐ വെറും രക്ഷാപ്രവർത്തനമല്ല, മാതൃകാ ജീവൻ രക്ഷാപ്രവർത്തനമാണ്. ജീവൻ രക്ഷാപ്രവർത്തനത്തിനായി ഇറങ്ങിത്തിരിക്കുമ്പോൾ കയ്യിൽ കരുതേണ്ട ചില ഉപകരണങ്ങളുണ്ട്. ഒന്നെങ്കിൽ ഹെൽമറ്റ്, അല്ലെങ്കിൽ ചെടിച്ചട്ടി. ഈ മാതൃകാ രക്ഷാപ്രവർത്തനം തുടങ്ങിയത് ഇങ്ങ് കണ്ണൂരിലാണ്. പഴയങ്ങാടിയിലെ എരിപുരത്ത് ജീവൻ രക്ഷാപ്രവർത്തനത്തിന് ഗുണം ലഭിച്ച ഒരാൾക്ക് കേൾവി ശക്തി തന്നെ നഷ്ടപ്പെട്ടു. മറ്റൊരാളുടെ തലച്ചോറിനാണ് ക്ഷതമേറ്റത്. പക്ഷേ മുഖ്യമന്ത്രി അന്ന് അവരെ സപ്പോർട്ട് ചെയ്യുന്നതിന് പകരം അവർ ചെയ്തത് തെറ്റായിപ്പോയി എന്നുള്ള നിലപാടെടുത്തിട്ടുണ്ടെങ്കിൽ ഇന്ന് ഡിവൈഎഫ്ഐക്കാരും CPM-കാരും SFI-ക്കാരും തെരുവിലിറങ്ങി ഗുണ്ടാവിളയാട്ടം നടത്തില്ലായിരുന്നു. സ്ത്രീകളെയും രക്ഷാപ്രവർത്തകർ വെറുതെ വിട്ടില്ല. ജീവൻ രക്ഷിച്ചിട്ടല്ലാതെ മറ്റെന്ത് കാര്യം? ചെടിച്ചട്ടിയും കമ്പി വടി, ഇരുമ്പ് വടി അടക്കം എടുത്തിട്ടാണ് നമ്മളെ തല്ലത്. അതൊരു രക്ഷാപ്രവർത്തന മാർഗമാണെന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രിക്ക് ഒരു പക്ഷേ കണ്ണിലൂടെ അത് രക്ഷാപ്രവർത്തനമായിട്ട് കാണുമായിരിക്കും. ഈ കാണുന്ന കേരളത്തിലെ സമൂഹം അത് രക്ഷാപ്രവർത്തനമായിട്ട് കാണൂല. മുഖ്യമന്ത്രിയുടെ പ്രശംസ രക്ഷാപ്രവർത്തകർക്ക് സമ്മാനിച്ച ആത്മവിശ്വാസം അത്ര ചെറുതല്ല. രക്ഷാപ്രവർത്തനം പരമാവധി ഉഷാറാക്കാൻ എല്ലാവരും ശ്രമിച്ചു. കോതമംഗലത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കനാലിലേക്കാണ് തള്ളിയിട്ടത്. എനിക്ക് ഭയങ്കരമായ പരിക്കുണ്ട്, ചതവുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അജീബിന് തലയ്ക്ക് അടി കിട്ടിയിട്ടുണ്ട്, ശരീരത്തിനും മൊത്തം അടി കിട്ടിയിട്ടുണ്ട്. ജീവൻ രക്ഷാപ്രവർത്തനമെന്ന മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ഡിവൈഎഫ്ഐക്ക് മാത്രം എങ്ങനെ ഏറ്റെടുക്കാനാകും? ഒടുവിൽ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ തന്നെ നേരിട്ടിറങ്ങി. ആലപ്പുഴ ജനറൽ ആശുപത്രിക്ക് സമീപം പ്രതിഷേധക്കാരെ പോലീസ് ഉദ്യോഗസ്ഥർ കീഴ്പ്പെടുത്തിയ ശേഷമായിരുന്നു മർദ്ദനം. തലയിൽ പരിക്കേറ്റു, ഇവിടെ സ്റ്റിച്ചുണ്ട്, പിന്നെ ഇവിടെ ഒരു മുറിവുണ്ട്, അത് സ്റ്റിച്ച് ഇട്ടിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ കയ്യിലും മുതുകിലും കാൽമുട്ടിനുമൊക്കെ അടിയേറ്റിരുന്നു. അതിൻ്റെതായ ഒരു ശാരീരിക വേദനയും അസ്വസ്ഥതയും ഒക്കെ ഉണ്ട്. പത്തനംതിട്ടയും കൊല്ലവും എത്തിയപ്പോൾ സീനാകെ മാറി. ഡിവൈഎഫ്ഐയുടെ രക്ഷാപ്രവർത്തനം യൂത്ത് കോൺഗ്രസും യുവമോർച്ചയും ഏറ്റെടുത്തു. പിന്നെ കണ്ടത് പൊരിഞ്ഞ തല്ല്. തിരുവനന്തപുരത്ത് വെഞ്ഞാറമൂടിലും ആറ്റിങ്ങലിലും രക്ഷാപ്രവർത്തനത്തിന്റെ ചൂട് ഡിവൈഎഫ്ഐയും അനുഭവിച്ചെറിഞ്ഞു. അങ്ങനെ രക്ഷാപ്രവർത്തനം എന്ന വാക്കിന് പുതിയ അർത്ഥം കൂടി നൽകിയാണ് നവകേരള സദസ്സിന് സമാപനമായത്. മാതൃഭൂമി ന്യൂസ്, കണ്ണൂർ.